അടുത്ത് പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കരയുന്നേ, പേടിയുണ്ടാവും. ഉണ്ടോ ചേച്ചി? ഉണ്ടോ? നമുക്ക് അവരെ കിട്ടിയത് ഇതേ സ്പോട്ടിൽ നിന്നാണ് കേട്ടോ. എങ്ങനെയെങ്കിലും അതിനെ പിടിക്കട്ടോ. ഒരെണ്ണം ഉള്ളോ? എടുത്തോ? അയ്യോ, ഒരാളെ ഉള്ളോ? നോക്കട്ടെ. ഒന്നുമില്ല കേട്ടോ. ഗായ്സ്, നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയാണ് 3 പേരെ നമുക്ക് കിട്ടിയത് ഇതേ പാലത്തിൽ നിന്ന്. അപ്പൊ അതേപോലെ ഒരാളും കൂടി നമ്മുടെ കല്ലുകുട്ടീനെ പോലെ ഉണ്ട്. കൊച്ചു പേടിച്ച് കാര്യമാണ്, നമ്മളെ കൊല്ലാൻ പിടിച്ചാണ്. കൊച്ചു പേടിച്ച് പോയിട്ടുണ്ട് ഗായ്സ് നല്ലോണം. ആരോ ഇപ്പൊ കൊണ്ട കളഞ്ഞാണ്. അപ്പം അമ്മയാണ് ഇതിന്റെ കരച്ചിൽ കേട്ടത്. എന്നാലും നമുക്ക് പുതിയൊരു ആളെയും കൂടി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ മണിക്കുട്ടീന്റെയും കല്ലുവിന്റെയും കുഞ്ഞിന്റെയും കൂട്ടുകാരനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്നവനാണോ നമുക്ക് നല്ല സംശയമുണ്ട്. കല്ലിനെ പോലെ ഉണ്ട് ശരിക്കും. എനിക്കും പഠിക്കണ്ട കേട്ടോ. നല്ല പേടിച്ചിട്ട് അറിയുന്നതാണ്. ഗായ്സ്, നമുക്ക് മമ്മേനെ കാണിച്ചു കൊടുക്കാം. കല്ലു അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നേ തോന്നുന്നു. നിങ്ങളത് കണ്ടില്ലല്ലോ. ഇല്ല, കാട്ടിലെങ്ങനെ ഒളിച്ചിരുന്നാണോ? അതും അറിയില്ല. പക്ഷെ ഇത്രയും ദിവസം എങ്ങനെ അവിടെ സർവൈവ് ചെയ്യും അറിയത്തില്ല. ഇപ്പൊ കൊണ്ട കളഞ്ഞാലും എനിക്ക് തോന്നുന്നേ. അന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നേനെ. നമ്മളെടുക്കുമെന്ന് അറിയാം കളയുന്നവർക്ക്. അന്ന് കൊണ്ടക്കളഞ്ഞ ആൾക്ക് ഇതിനെ പിടിക്കാൻ കിട്ടിക്കാണില്ല. ഇന്ന് കിട്ടിയപ്പോ കൊണ്ടക്കളഞ്ഞ്. നമ്മെ ഭയങ്കര പേടിച്ചിട്ടുണ്ട് വന്നാൽ. എന്നെ കണ്ടപ്പോഴേക്ക് ഓടുക ചെയ്തത്. കല്ലു തന്നെ. അതെ, നമ്മുടെ കല്ലുവിനെ പോലെ ഉണ്ട്. കണ്ണപ്പൻ ഉണ്ണിയിലിട്ട് കണ്ണപ്പൻ. അപ്പൊ ഇത് നമ്മുടെ പുതിയ കണ്ണപ്പനാണ്. കണ്ണാ, അയ്യോടാ, പേടിക്കണ്ടോടാ. ഡബിൾ റോളാണ് അമ്മേ. ഭയങ്കര പേടിച്ചു പോയിട്ടുണ്ട് മമ്മ. അമ്മ എങ്ങനെ ഇതിന്റെ കരച്ചിൽ കേട്ടെ? ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ഞാൻ ആ കിളിയെന്ന് വിചാരിച്ചേ. പൂച്ചക്കുഞ്ഞിനെ പോലെ തന്നെ കരയുന്നേ. ഞങ്ങൾ ഓർത്തെ അതാണ്. ഇപ്പഴാ മനസ്സിലായ. ഇനിയിപ്പൊ അങ്ങനെ കേൾക്കുന്നതൊക്കെ പോയി നോക്കാട്ടോ. നമ്മളത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പുഴയിലേക്ക്. എന്നിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. ഇന്ന് കൊണ്ട കളഞ്ഞ തന്നെയാ. എന്തായാലും നമുക്ക് ഈ ന്യൂട്ടിനെ കിട്ടിയിട്ടുണ്ട്. ചെയ്ത പരിപാടി എന്തായാലും നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കല്ലേ കിട്ടൂ. ചെയ്യുന്ന കാര്യം ശരിയല്ലടാ, അങ്ങനെ കൊണ്ട കളയുന്നത്. സത്യം, അത്രയും നാള് വീട്ടിലിങ്ങിട്ടില്ലേ. ഓക്കെ, നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ്. ഗായ്സ്, അപ്പൊ നമ്മളിന്ന് താഴെ പോയ ടൈമിൽ നമുക്ക് നമ്മുടെ ചിങ്ങലക്കടവിന്റെ പാലക്കിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയായിരുന്നു. അവനാണ് ഈ കാണുന്നവൻ. അപ്പൊ നമ്മള് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണപ്പൻ എന്നാണ് പേര്. അപ്പൊ നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും ബ്രദർ ആണ് ഇവൻ. നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ബ്രദറാണോ സിസ്റ്ററാണോ എന്ന് എനിക്ക് ശരിക്കും ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. എങ്കിലും അവരുടെ സ്വന്തം ബ്ലഡ് തന്നെയാണ് ഈ കാണുന്ന നമ്മുടെ കണ്ണപ്പൻ കേട്ടോ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ടൈമിൽ ഇവരാരും കടിക്കാൻ ചെന്നില്ല, ഇവനും കടിക്കാൻ ചെന്നില്ല. അപ്പം അന്ന് ഇവനെ കളഞ്ഞ ആള് ഇവനെ പിടിക്കാൻ നേരത്തെ കിട്ടിയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഒരു 4 പേര് നല്ല കൂട്ടായിട്ട് ഇതേൻ്റെ മടിയിൽ കിടന്നുറങ്ങുവാണ് കേട്ടോ. ഇതേ നമ്മുടെ കുഞ്ഞും ഇന്ന് വന്ന നമ്മുടെ കണ്ണപ്പനും നമ്മുടെ കല്ലുകൊച്ചും നമ്മുടെ മണിക്കുട്ടിയും ഇത് എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുക കേട്ടോ.